സർക്കാരിനെതിരെ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക. നെല്ല് സംഭരണത്തിലാണ് മുഖപ്രസംഗത്തിൽ വിമർശനം. നെൽപ്പാടങ്ങളിൽ കണ്ണീർ കൊയ്ത്തിന്റെ കാലമെന്നാണ് കുറ്റപ്പെടുത്തൽ. ക്രൈസ്തവരെ സർക്കാരുകൾ അവഗണിക്കുന്നുവെന്ന് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം തീരുമാനിക്കാൻ ക്രൈസ്തവർക്കാകുമെന്നാണ് മുന്നറിയിപ്പ്. വിനീത വേണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീത വേണു, ഗുഡ് മോർണിംഗ്. വെല്ലുവിളിയാണോ സർക്കാരിനെതിരെ? ഡോക്ടർ അരുൺ, ദീപികയുടെ മുഖപ്രസംഗം ഒപ്പം മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ലേഖനം രണ്ടിലും രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തുന്നത്. മാത്രമല്ല ഇലക്ഷൻ കാലമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം ഉൾപ്പെടെ. മുഖപ്രസംഗത്തിൽ പ്രധാനമായും ഈ നെല്ല് സംഭരണ വിഷയത്തിലുള്ള സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെ അല്ലെങ്കിൽ നിലപാടുകളൊക്കെ തന്നെ വിമർശിക്കുന്നു. ഈ സർക്കാരിൻ്റേത് കർഷകരെ പാടത്തു നിന്ന് കയറ്റുന്ന സമീപനമാണെന്നുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. മാത്രമല്ല ഒരു കൊയ്ത്തുകാലമെങ്കിലും നേരെ ചൊവ്വേ നടത്താൻ കഴിയണം എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. വിറ്റ നെല്ലിന്റെ വില കിട്ടാത്തതിനാൽ വിതയ്ക്കാൻ വായ്പ എടുക്കേണ്ടി വരുന്നു. ഇതെന്തൊരു ദുരിതമാണ്. മലയാളി ചോറുണ്ണണമെങ്കിൽ 10,000 പേറേണ്ടി വരും എന്നൊക്കെയുള്ള രൂക്ഷമായ ഭാഷയുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നു. ഈ സഹകരണ മേഖലയിൽ നെല്ല് സംഭരണം അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ്. മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ലേഖനത്തിൽ അതിൽ ക്രൈസ്തവരോടുള്ള അവഗണനയെക്കുറിച്ചാണ് പറയുന്നത്. ക്രൈസ്തവരെ പലതരത്തിൽ അവഗണിക്കുന്നു, വിവേചനത്തോടെ ആക്രമിക്കുന്നു, അങ്ങനെ സമുദായങ്ങൾ പിന്തള്ളപ്പെടുന്ന അവസ്ഥയാണ്. ഇതിൽ സർക്കാരുകൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് ഫലം പോലും നിർണ്ണയിക്കാൻ കഴിയുന്നവരാണ് ക്രൈസ്തവ സമൂഹം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ലേഖനത്തിലുള്ളത്. ഒറ്റക്കെട്ടായി നിന്ന് പൊരുതേണ്ട കാലമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലേഖനവും വരുന്നത്. ഏതായാലും കടുത്ത ഭാഷയിൽ തന്നെ കത്തോലിക്ക സഭ നിലപാടുകളെ വിമർശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാർ സംവിധാനത്തിൽ സമുദായത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചേ മതിയാകൂ. സർക്കാർ ഉദ്യോഗസ്ഥരാകുന്ന 2 പേരിൽ ഒരാൾക്ക് സംവരണം ലഭിക്കുമ്പോൾ സംവരണമില്ലാത്ത യുവാക്കൾ മത്സരിക്കേണ്ടത് മിച്ചം വരുന്ന 50% ഉദ്യോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ സംവരണ വിഷയത്തിൽ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ടതാണ് ആൻഡ്രൂസ് താഴത്തിന്റെ ലേഖനവും അവസാനിക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. വിനീതയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിനെതിരെ കത്തോലിക്ക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു ആശ്വാസകരമായ കൊയ്ത്തുകാലം കൂടി സമാധാനത്തോടു കൂടി നടക്കണം എന്നുള്ളതാണ് പത്രത്തിൽ പറയുന്നത്.